ഹലോ, നമസ്കാരമുണ്ട്. ഉള്ളൊഴുക്ക്, ഉർവശിയും പാർവതിയൊക്കെ അഭിനയിച്ച സിനിമ കണ്ടു. ധാരാളം ആൾക്കാർ നമ്മൾ പല ഭാഷയിലുള്ള സിനിമയൊക്കെ ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഉള്ളൊഴുക്ക് കണ്ടില്ലേ, അത് കാണണം, അതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. മലയാള സിനിമകൾ ജനറലി പറയണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. കാരണം സിനിമയെക്കുറിച്ച് പറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സിനിമ നാസികളുണ്ട് നമ്മളെ നാട്ടിൽ. ഈ നടന്മാരുടെയും നടിമാരുടെയും സിനിമേൻ്റെയും അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കുടുങ്ങി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് സിനിമയോടുള്ള ഒരു താല്പര്യം തന്നെ കുറഞ്ഞു പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി മലയാള സിനിമകളെ കുറിച്ച് പറയേണ്ട ഈ ചാനലിൽ നിന്നാണ് തീരുമാനം. പക്ഷെ ചില സിനിമകൾ നമ്മൾ കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ളത് ഭയങ്കര ആവശ്യമായിട്ട് വരുന്നു. ഉള്ളൊഴുക്ക്, അണ്ടർ കറൻസ്. ഞാൻ ആ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടില്ല. പക്ഷെ ആ സിനിമയെ കുറിച്ച് ധാരാളം ആൾക്കാർ അതിന് ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എൻ്റെ മനസ്സിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സിനിമേൻ്റെ കഥ പറയാതെ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ ചെയ്തെടുക്കുന്നൊരു ഇമേജ് ഉണ്ട്. ഇതായിരിക്കണം സിനിമ എന്നുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ഉർവശിയുടെയും പാർവതിയുടെയും അഭിനയം. ഉർവശി നല്ലൊരു നടിയാണോ നല്ലൊരു നടിയല്ലേ എന്നുള്ളൊരു ചോദ്യമൊന്നും ഇല്ല. കാരണം എല്ലാവർക്കും അറിയാം നല്ല നടിയാണെന്നുള്ളത്. പക്ഷെ എല്ലാ നടീനടന്മാരും അവർ ക്യാരക്ടർ ആവാൻ ശ്രമിക്കുകയാണ് എല്ലാ സിനിമയും എടുക്കുമ്പോൾ. പക്ഷെ അവരുടെ മൊത്തം കരിയറിൽ ചില അവസരങ്ങളിൽ മാത്രമേ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു സിനിമ കണ്ടിട്ട് ആ നടിയെ മറന്നു പോകുന്നത്. ഇതിൽ ഞാൻ ഉർവശിനെ കണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഉർവശി എന്നുള്ളൊരു ഒരു ഒരു നടിയല്ല, തോമസ് കുട്ടിയുടെ അമ്മയെയാണ് നമ്മളവിടെ കാണുന്നത്. ആൻഡ് അത് ഉർവശിയുടെ എല്ലാ സിനിമയിലും ഉർവശി നന്നായിട്ട് അഭിനയിക്കുമ്പോഴും ഒരു ഉള്ളൊഴുക്ക് എന്നുള്ളതൊക്കെ കരിയറിൽ അങ്ങനെ ഒരു സിനിമ വരിക, അങ്ങനെ ഒരു ക്യാരക്ടർ വരിക, അതിൽ ഉർവശി റെഡിയാവും അഭിനയിക്കാൻ, ആൻഡ് ദെൻ ഷീ ബിക്കംസ് ദാറ്റ് ക്യാരക്ടർ. അതാണ് ആ സിനിമയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം. മാത്രമല്ല അതിൻ്റെ സിനിമയും ഈ അടിയൊഴുക്കല്ല, ഉള്ളൊഴുക്ക് എന്നുള്ള, അടിയൊഴുക്കുകൾ എന്നൊരു പണ്ടൊരു സിനിമ ഉണ്ട്, അതാണ് കൺഫ്യൂഷൻ. ഈ സിനിമയായിട്ടൊന്നും ഒരു ബന്ധമുള്ള സിനിമയല്ല കേട്ടോ അത്. ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് മൂവി. അപ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ അണ്ടർ കറൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇപ്പോൾ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഉള്ളിലുള്ള ഉള്ളൊഴുക്കുകളെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ധാരണ ഉണ്ടാവില്ല. നമ്മളുടെ ചുറ്റും കാണുന്ന നമ്മളുടെ ബന്ധങ്ങൾ, നമ്മൾക്ക് പരിചിതമായിട്ടുള്ള പല സംഭവങ്ങളിലും ഉള്ളൊഴുക്ക് നമുക്കറിയുന്നില്ല. നമ്മൾ പുറത്തുള്ള കാംനെസ്, പുറത്തുള്ള നമുക്ക് പരിചിതമായ ഒരു പുറം ചട്ട മാത്രമേ നമുക്ക് കാര്യങ്ങളെപ്പറ്റി അറിയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ഉള്ളൊഴുക്ക് നമ്മൾ തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും കാലമായിട്ട് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഉള്ളൊഴുക്ക് അത് ആരെയും കാണിക്കാതെ നമ്മൾക്ക് പോലും മറക്കാൻ പറ്റുന്ന രീതിയിൽ അതിനൊരു പുറംചട്ട വെച്ചിട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ഉള്ളൊഴുക്കിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കേസിലാണെങ്കിൽ പുറത്ത് ഒരു ഒഴുക്കും കാണില്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അടിയിൽ ഭയങ്കര ഒഴുക്കുണ്ടാവും. അപ്പം അതിലാണ് ഒലിച്ചു പോവുക. അങ്ങനെ ഭയങ്കര ഉള്ളൊഴുക്കുള്ള ഒരു ഗ്രൂപ്പിലേക്ക് അതറിയാണ്ട് എത്തിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ളൊഴുക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. പിന്നെ പുറത്ത് ആ ഉള്ളൊഴുക്ക് കാണരുത്, ആ ഒഴുക്ക് പുറത്ത് കാണരുത് എന്നുള്ളതുകൊണ്ട് അതിന് താതാത്മ്യം പ്രാപിച്ച് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ എനിക്കൊന്ന് വളരെ സങ്കീർണമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ തെറ്റ് പറ്റിയ കുറേ മനുഷ്യരുടെ കഥയാണ്. അതായത് ജീവിതത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ, അവർ നല്ലതിന് വേണ്ടി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പല ആൾക്കാർക്കും ദോഷം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കുറേ മനുഷ്യരുടെ കഥയാണ്. അപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും
ഫൊർഗിവ് ആൻഡ് ഫൊർഗെറ്റ് എന്ന് പറയില്ലേ, മറക്കാനും മാപ്പ് കൊടുക്കാനും ഒക്കെ തയ്യാറായിക്കൊണ്ട് ജീവിതത്തിന് ഫ്യൂച്ചറിലേക്ക് നോക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ഒരു കൂട്ടം ജനം. എല്ലാവരും അതിൻ്റെ അവസാനം ഹാപ്പിയാണോ എന്നുള്ളതല്ല, പക്ഷെ എല്ലാവരും സിറ്റുവേഷനെ, ഫാക്ട്സിനെ, കാര്യങ്ങളെ അതായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. പല ഉള്ളൊഴുക്കുകളും ആ സിനിമയുടെ അവസാനം ആൾക്കാരറിയാണ്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് ആ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകരായ നമ്മൾക്കും മാത്രം അറിയുന്ന ചില ഉള്ളൊഴുക്കുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. I think it's a very good movie, a movie that I think ഒരു മലയാളി എന്നുള്ള രീതിയിൽ, മലയാളി അല്ലെങ്കിലും ആ സിനിമ കാണണം എന്നൊക്കെ തോന്നുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ചില മലയാള സിനിമകളെപ്പറ്റി പറയണം എന്നുള്ളത് തോന്നും കണ്ടു കഴിഞ്ഞാൽ. അതെന്തായാലും തീർച്ചയായിട്ടും കൊണ്ടുവരാം. അല്ലാതെ ആ സിനിമ ഈ സിനിമ, മലയാളം ധാരാളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേൾഡ് സ്റ്റേജിൽ ആൾക്കാർ കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഒക്കെ ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. Kudos to the people who worked behind the movie, for the movie. And മലയാളം സിനിമയുടെ ഒരു സുവർണകാലം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ